ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഊർജ്ജ സുരക്ഷയടക്കമുള്ള വിവിധ മേഖലകളിൽ സഹകരണത്തിന് ഇന്ത്യ വെനേസുല ധാരണ. ഇന്ത്യ സന്ദർശിക്കുന്ന വെനേസുലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ ചർച്ച നടത്തി. ഈ വർഷം ജനുവരിയിൽ നടന്ന ഒരു സൈനിക നീക്കത്തിലൂടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ US സേന തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്നാണ് റോഡ്രിഗസ് വെനേസുലയുടെ ഭരണം ഏറ്റെടുത്തത്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെനേസുലയിലെ എണ്ണപ്പാടങ്ങളിൽ നിലവിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ സാന്നിധ്യം ഇനിയും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. ഇന്ത്യയും വെനേസുലയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ $678.94 ദശലക്ഷം എത്തിയിരിക്കുകയാണ്. ഈ വിപണി സാധ്യത ഇനിയും വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ നിർമ്മിച്ച ഗുണനിലവാരമുള്ള മരുന്നുകൾ കയറ്റി അയക്കാനും ധാരണയായി. ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ആഴത്തിലാക്കാനുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചതായി ഇരു നേതാക്കളും വ്യക്തമാക്കി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഡെൽസി റോഡ്രിഗസ് ഇന്ത്യയിലെത്തിയത്. പ്രസിഡന്റിനൊപ്പം വെനേസുലയിലെ ധനകാര്യം, വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഗതാഗതം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാരടങ്ങുന്ന സംഘവുമുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായും ഡെൽസി റോഡ്രിഗസ് ചർച്ചകൾ നടത്തിയിരുന്നു. ഊർജ്ജം, നിർണായക ധാതുക്കൾ, സാങ്കേതിക വിദ്യ, കൃഷി, ആരോഗ്യം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ സഹകരണം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് വിപുലമായ ചർച്ചകൾ നടത്തിയെന്നാണ് റോഡ്രിഗസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ചത്. ലാറ്റിൻ അമേരിക്കയിലെ ഒരു വിലപ്പെട്ട പങ്കാളി എന്ന നിലയിൽ വെനേസുലയുമായുള്ള അടുത്ത സഹകരണം ഗ്ലോബൽ സൗത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പരസ്പര പ്രയോജനത്തിനായി ഞങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മഡുറോയുടെ വിഷയം ഇരു നേതാക്കളും ചർച്ച ചെയ്തോ എന്ന ചോദ്യത്തിന് ഇരു നേതാക്കളും വളരെ തുറന്ന ചർച്ചയാണ് നടത്തിയതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ പ്രതികരിച്ചു. രാഷ്ട്രീയ പരിവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇരു നേതാക്കളും വളരെ തുറന്ന ചർച്ചയാണ് നടത്തിയതെന്നും എന്നാൽ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വെനേസുലയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായതായി അറിയാം, എന്നാൽ ഇന്ത്യയുമായി പങ്കാളിത്തം ആഗ്രഹിക്കുന്ന സൗഹാർദ്ദപരമായ ഒരു ഗവൺമെന്റുമായാണ് ഇപ്പോൾ സഹകരിക്കുന്നത്. അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. വെനേസുല പരമ്പരാഗതമായി ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്താണെന്ന കാര്യം മറക്കരുത്. ഉഭയകക്ഷിപരമായി നമ്മൾ നിരവധി പങ്കാളിത്തങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും വളരെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും വെനേസുല ഇന്ത്യയെ ഒരു മുൻഗണനാ പങ്കാളിയായിട്ടാണ് കാണുന്നതെന്നും നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും ഇന്ത്യ വെനേസുലയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ടണ്ടൻ കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനേസുല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാകട്ടെ എണ്ണയുടെ വലിയൊരു ഉപഭോക്താവാണ്. വരും വർഷങ്ങളിലും ഇന്ത്യയിൽ എണ്ണയ്ക്ക് സ്ഥിരതയുള്ള ആവശ്യകത ഉണ്ടായിരിക്കുകയും ചെയ്യും. അതിനാൽ ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തികച്ചും പൂരകമായ ഒരു ബന്ധമാണുള്ളത്. യഥാർത്ഥത്തിൽ ഈ മാസത്തെ നമ്മുടെ സ്പോട്ട് പർച്ചേസുകളിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകിയ മൂന്നാമത്തെ വലിയ രാജ്യമായി വെനേസുല മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകൾ ഒരു ഊർജ്ജ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലേക്ക് കേന്ദ്രീകരിച്ചത് തികച്ചും സ്വാഭാവികമാണെന്നാണ് ഇന്ത്യയും വെനേസുലയും തമ്മിലുള്ള ഊർജ്ജ ബന്ധത്തെക്കുറിച്ച് ടണ്ടൻ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.